കുറേ മുന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരിക്കലും അറേഞ്ച് മാരേജ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു കോളേജ് സമയത്തൊക്കെ ആളുകൾ പറയും, ഇനി ഒരിക്കലും അറേഞ്ച് മാരേജ് ചെയ്യാൻ പറ്റില്ല, ലവ് മാരേജ് മാത്രമേ, ഇപ്പം മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ലവ് മാരേജ് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ സെയിം ആളുകൾ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ, ഒരു അഡൽട്ട്ഹുഡ് എത്തിക്കഴിഞ്ഞാൽ, ഒരു മെച്യൂരിറ്റീൻ്റെ പീക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പറയും ലവ് മാരേജ് വേണ്ട, നമുക്കിങ്ങനെ പാരൻസൊക്കെ ആലോചിച്ചുള്ള ഒരു അറേഞ്ച് മാരേജ് മതി, അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അതെന്തുകൊണ്ടാണ് ആ ഒരു ഷിഫ്റ്റ് ലവ് മാരേജിൽ നിന്ന് അറേഞ്ച് മാരേജിലേക്കുള്ള ഒരു കംഫർട്ട്? ലവ് മാരേജും അറേഞ്ച് മാരേജും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് വെച്ചാൽ സ്ട്രക്ചറിലുള്ളതാണ്. അറേഞ്ച് മാരേജ് കുറച്ചുകൂടി ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്, ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് കൂടുതലാണ്. ഫാമിലി, ഇമ്മീഡിയറ്റ് ഫാമിലി ആയാലും സറൗണ്ടിങ് ഫാമിലി ആയാലും ആൻഡ് റിലേറ്റീവ്സ് ഇൻവോൾവ് ആണ്. ഇറ്റ്സ് എ ഹോൾ സ്ട്രക്ചർ അബൌട്ട് ആൻ അറേഞ്ച് മാരേജ്. അപ്പോൾ ചില വ്യക്തികൾക്ക് ആ ഒരു സ്ട്രക്ചറിനുള്ളിൽ നിൽക്കുമ്പം ദേ ഫീൽ മോർ സേഫ്, ദേ ഫീൽ ദാറ്റ് യുനോ, കാര്യം ഞാൻ മാത്രമല്ല ഇവിടെ അക്കൗണ്ടബിൾ, ഇതിൻ്റെ ഒപ്പം എൻ്റെ പേരൻസ് ആയാലും കുട്ടിയുടെ പേരൻസ് ആയാലും അല്ലെങ്കിൽ പയ്യൻ്റെ പേരൻസ് ആയാലും ദർ ഇസ് എ ലോട്ട് മോർ അക്കൗണ്ടബിലിറ്റി ഇൻ ദിസ്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഉള്ള സമയത്ത് ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്യും എന്നുള്ള ഫീലിങ്ങിലാണ് അറേഞ്ച് മാരേജിലേക്ക് ആൾക്കാർ കൂടുതൽ നീങ്ങുന്നത്. വേറെ ലവ് മാരേജ് കുറച്ചുകൂടെ ഫ്രീ ആണ്. ലവ് മാരേജിൽ എൻ്റെ ചോയ്സ് ആയിരുന്നല്ലോ, ഐ ചൂസ് ദിസ് പേഴ്സൺ. അപ്പം എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അത് ഫ്രജൈലാണ് കുറച്ചുകൂടെ. അപ്പം ഫ്രീഡം ഓഫ് ചോയ്സ് അവിടെ ഉള്ളപ്പോൾ ഫ്രജിലിറ്റിയും കൂടുതലാണ്. ദ റിലേഷൻഷിപ്പ് ക്യാൻ ബ്രേക്ക് ഫാസ്റ്റർ വിത്തൗട്ട് സ്ട്രക്ചർ. ലവ് റിലേഷൻഷിപ്സിൽ കയറുകയും പീപ്പിൾ ടെൻ ടു എൻജോയ് ആൻഡ് എക്സ്പ്ലോർ ദാറ്റ്. പക്ഷേ അറേഞ്ച് മാരേജിൻ്റെ സ്ട്രക്ചറോടെ കൊണ്ടുവരുമ്പം ഇറ്റ് മേക്സ് ദാറ്റ് ബോണ്ട് മോർ സോളിഡ് എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് അവർ ഈ അറേഞ്ച് മാരേജിലേക്ക് കൂടുതൽ നീങ്ങുന്നത്.